ഹനുമാൻ, എന്റെ നാമത്തിൽ ഈ നാട്ടിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നത് സത്യമാണോ? ശാന്തിയും ധർമ്മവുമല്ലേ നാം പഠിപ്പിച്ചത്? സത്യമാണ് പ്രഭു. ഇത് കാരണം അന്യമതസ്ഥർ അങ്ങയെ നിന്ദിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരേ സമയം ദുഃഖവും അടങ്ങാത്ത ക്രോധവും പുകയുകയാണ്. എന്റെ നാമം ആക്രോശിച്ച് അവർ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ ലോകം എന്നെ പഴിക്കുന്നത് സ്വാഭാവികമല്ലേ ഹനുമാൻ? അതേ ഭഗവാനെ, എങ്കിലും അങ്ങയുടെ ഈ നാമത്തിന് കളങ്കമേൽക്കുന്നത് കാണുമ്പോൾ ഈ ഭക്തന്റെ ഉള്ളിൽ എവിടെയോ ഒരു തീരാവിങ്ങൽ പുകയുന്നു. ജാതി മതഭേദമില്ലാതെ സകലർക്കും തുല്യനീതിയും ക്ഷേമവും ലഭിക്കുന്ന ഒരിടം, അതായിരുന്നു എന്റെ സ്വപ്നത്തിലെ രാമരാജ്യം. ഇനി അതൊരു സ്വപ്നമായി അവശേഷിക്കുമോ പ്രഭു? മതത്തിന്റെ പേരിൽ ഇവിടെ മനുഷ്യർ തമ്മിൽ വാളെടുത്ത് നിൽക്കുകയാണല്ലോ. എന്ത് ചെയ്യാം ഹനുമാൻ? എല്ലാം വിധിയെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. അല്ലാതെ ഇതിൽ എനിക്കിനി എന്തു പറയാനാകും? അതേ ഭഗവാനെ, സകല മനുഷ്യരും ഒത്തൊരുമയോടെയും സമത്വത്തോടെയും കഴിയുന്ന ഒരു പുണ്യഭൂമി, അതെന്നെ പോലെ പലരുടെയും സ്വപ്നമാണ്. മതത്തിനെല്ലാം മാനവികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മതത്തിനും അടിമയാകാത്ത ഭരണാധികാരി വന്നാൽ ആ സ്വപ്നം തീർച്ചയായും പൂവണിയും.